തൃശൂർ പുതുക്കാട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചത് കൊലപാതകമെന്ന് കുടുംബം. ഞായറാഴ്ച വൈകിട്ടാണ് പട്ടാമ്പി സ്വദേശി റിജാസ് അപകടത്തിൽ മരിച്ചത്. റിജാസിനെ ബോധപൂർവം വാഹനം ഇടിപ്പിച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിന് മുമ്പ് ഇടിച്ച വാഹനത്തിൽ ഉള്ളവരുമായി വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വൈരാഗ്യത്തിൽ മനഃപൂർവ്വം വാഹനം ഇടിപ്പിച്ചുവെന്നാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പരാതി കൊടുക്കാനുള്ളത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറകുന്ന ഇടിച്ചിട്ടുള്ളത്, ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. കൊല്ലാൻ ശ്രമിച്ചതല്ല, കൊന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊടുക്കണത്. സാനുക്കെ സജീവ് ചേരുകയാണ്. സാനു, കുടുംബം പറയുന്നത് മനഃപൂർവ്വം വാഹനം ഇടിപ്പിച്ചു കൊന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ വാഹനത്തിൽ പോയവരുമായി വാക്കുതർക്കമുണ്ടായി. അതിനുശേഷമാണ് ഈ വാഹനം കൃത്യമായി വാഹനത്തിൽ ഇടിപ്പിക്കുന്നത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ബന്ധുക്കൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ സാനു. വിനോദ, എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പുതുക്കാട് ആണ് ഈ ഒരു അപകടം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു അപകട വാർത്ത എന്നുള്ള നിലയിലാണ് എല്ലാവരും ഈ സംഭവത്തെ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതങ്ങനെയല്ല, മനഃപൂർവ്വം ഇത് വാഹനം ഇടിപ്പിച്ച് കൊല്ലുകയായിരുന്നു, ഇതൊരു കൊലപാതകമാണ് എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇന്നിപ്പോൾ കുടുംബം ആരോപിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം ഈ വാഹന യാത്രക്കിടയിൽ ഈ റിജാസ് എന്ന് പറയുന്ന പട്ടാമ്പി സ്വദേശി ഈ 22-കാരൻ ഈ ഒരു വാഹന യാത്രക്കിടയിൽ ഈ ഇടിപ്പിച്ച വാഹന യാത്രക്കാരുമായിട്ട് ഇടയ്ക്ക് കലഹമുണ്ടായിരുന്നു. വാഹനം ഓടുന്നതിനിടയിലുണ്ടായ ഒരു അസ്വാരസ്യമാണ് അതൊരു വാക്കേറ്റത്തിലേക്കൊക്കെ കലാശിച്ചത്. തുടർന്ന് ഇവർ ഈ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് ഇടിച്ച് വകവരുത്തുകയായിരുന്നു എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ആരോപണത്തിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളുമായിട്ടാണ് ഈ റിജാസും അതേപോലെ തന്നെ റിജാസിന്റെ ഒപ്പം യാത്ര ചെയ്തിരുന്ന പെൺസുഹൃത്തും പോയിരുന്നത്. എന്തായാലും ഈ ഒരു അപകടത്തിൽ റിജാസ് മരണപ്പെടുകയും ഒപ്പം ഉണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടി ചികിത്സയിലിരിക്കെ കുടുംബത്തോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബം പറയുന്നത് ഈ തർക്കമുണ്ടായതിനു ശേഷം പലതവണ ഇവർ വാഹനത്തെ പിന്തുടർന്ന് വന്നിരുന്നു. അതിനുശേഷം ഇടിക്കാൻ, അതായത് റിജാസ് ഓടിച്ചിരുന്ന വാഹനത്തെ അല്ല ബൈക്കിനെ ഇടിക്കാൻ പാകത്തിനെത്തിയപ്പോൾ വന്ന് നേരെ ആ വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. നിയന്ത്രണം തെറ്റിയുള്ള ഒരു അപകടമല്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് കുടുംബം കൈമാറിയിട്ടുണ്ട്. വിനോദ്, വ്യക്തമാണ്. തൃശൂർ പുതുക്കാട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചത് കൊലപാതകം എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് പട്ടാമ്പി സ്വദേശി റിജാസ് അപകടത്തിൽ മരിച്ചത്. റിജാസിനെ ബോധപൂർവം വാഹനം ഇടിപ്പിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിൽ നേരത്തെ ഈ വാഹനത്തിൽ പോയവരുമായി വാക്കുതർക്കമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.